Hi Sarah, when will we meet again? After 2 weeks. What's your vacation plan? We will stay here in UK. Dad is busy with work. What's your plan? I told my father to take me to his native place in Kerala. Hope it comes true. Let's meet after 2 weeks. Bye bye. Bye. Was father here? Where's mother? ഓ ലച്ചു, നീ വന്നോ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു മോളെ? The exam was so easy. Dad, will you at least take us to Kerala this time? I'm very eager to visit Kerala. ജോലി തിരക്കാണ് മോളെ, അടുത്ത വർഷം പോകാം. You have been telling the same for many years. This time you must take. ലച്ചു, മോളെ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീടിനും മലയാളം സംസാരിക്കണമെന്ന്. അല്ല, നമുക്ക് ഈ പ്രാവശ്യം ജോലി തിരക്കൊക്കെ മാറ്റിവെച്ച് നാട്ടിലേക്കൊന്ന് പോയാലോ? എത്ര നാളായി വീട്ടുകാരെ എല്ലാവരും കണ്ടിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, നമുക്ക് പോകാം. Thank you, Daddy. You're so sweet. അച്ഛാ, അതെന്താണ്? അതാണ് മോളെ വള്ളം. ഓണത്തോടനുബന്ധിച്ചുള്ള വള്ളംകളിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഓണമോ? എന്താ അത്? കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണം ആഘോഷിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ലച്ചുവിന് അച്ഛനത് പറഞ്ഞു തരാട്ടോ. പണ്ട് മഹാബലി എന്ന ഒരു അസുര ചക്രവർത്തി നമ്മുടെ നാട് ഭരിച്ചിരുന്നു. പ്രജകൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകി നന്മയും നീതിയും പരിപാലിച്ചാണ് അദ്ദേഹം ഭരണം കാഴ്ചവെച്ചത്. എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. സമത്വവും സാഹോദര്യവും കാത്തുസൂക്ഷിച്ച മഹാബലിയോട് ദേവന്മാർക്ക് പോലും അസൂയുണ്ടായി. തങ്ങളുടെ ദേവലോകം നഷ്ടപ്പെടുമോ എന്നവർ ഭയപ്പെട്ടു. മഹാബലി ഒരു വിഷ്ണു ഭക്തനായിരുന്നു. ആയതിനാൽ ദേവന്മാരുടെ അമ്മയായ അതിഥി മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് ദേവന്മാരുടെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞു. മഹാവിഷ്ണു വാമനൻ എന്ന പേര് സ്വീകരിച്ച് ബ്രാഹ്മണകുമാരന്റെ വേഷത്തിൽ മഹാബലിയുടെ അടുത്തെത്തി. തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ആവശ്യമുള്ള മണ്ണ് അളന്നെടുത്തുകൊള്ളാൻ മഹാബലി അനുവാദം നൽകി. ഉടൻ വാമനൻ ആകാശം മുട്ട വളർന്ന് ആദ്യ കാലടി കൊണ്ട് ഭൂമിയും 2ാമത്തെ കാലടി കൊണ്ട് ആകാശവും അളന്നു. 3ാമത്തെ കാലടി എവിടെ വെക്കുമെന്ന് ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കുനിച്ച് ശിരസിൽ വെച്ചുകൊള്ളാൻ പറഞ്ഞു. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ ദർശിക്കുവാനുള്ള അനുഗ്രഹവും മഹാവിഷ്ണു നൽകി. അങ്ങനെ ഓരോ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നാണ് വിശ്വാസം. ആ ദിവസമാണ് നാം ഓണമായി ആഘോഷിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് വീടും പരിസരവും വൃത്തിയാക്കി അത്തം മുതൽ 10 ദിവസം നാം പൂക്കളമിടുന്നതും തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നതുമെല്ലാം. കേരളത്തിന്റെ ദേശീയോത്സവം കൂടിയാണ് ഓണം. മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണവും ഓണാഘോഷവും ഉണ്ടാവും. ഐക്യത്തിന്റെ സന്ദേശം നൽകുന്ന മഹത്വപൂർണമായ ഈ ഉത്സവത്തിന്റെ മാറ്റുകൂട്ടുന്നതിന് ധാരാളം ആചാരങ്ങളും കലാരൂപങ്ങളുമുണ്ട്. ഓണപ്പൊട്ടൻ മലബാറിൽ ഓണത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുന്ന ഒരു തെയ്യ രൂപമാണ് ഓണപ്പൊട്ടൻ. ഓണേശ്വരൻ എന്നും പേരുള്ള ഈ തെയ്യം ഗ്രാമീണ ഗൃഹങ്ങൾ സന്ദർശിച്ച് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്നു.
കുമ്മാട്ടി തൃശൂർ, പാലക്കാട്, വയനാട് തുടങ്ങിയ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഓണത്തോടനുബന്ധിച്ച് ആഘോഷിക്കുന്ന ഒരു കലാരൂപമാണ് കുമ്മാട്ടി. കാലദോഷം തീർക്കാനും കുട്ടികളെ ആഹ്ലാദിപ്പിച്ച് അവർക്ക് നന്മ നേരാനുമാണ് കുമ്മാട്ടികൾ എത്തുന്നത് എന്നാണ് സങ്കല്പം. പുലികളി ഓണത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന തനതായ ഒരു കലാരൂപമാണ് പുലികളി. പുലിയുടെ രൂപം ചാർത്തി വാദ്യങ്ങൾക്കനുസരിച്ച് നൃത്തം വയ്ക്കുന്ന ഈ കലാരൂപം പ്രേക്ഷക ഹൃദയങ്ങൾക്ക് ആവേശം പകരുന്ന ഒന്നാണ്. വള്ളംകളി ഓണക്കാലത്ത് നടത്തപ്പെടുന്ന ഒരു ജലോത്സവമാണ് വള്ളംകളി. പലതരത്തിലുള്ള പരമ്പരാഗത വള്ളങ്ങളും വള്ളംകളിക്ക് ഉപയോഗിക്കുന്നു. വള്ളംകളിയെ കേരള സർക്കാർ ഒരു കായിക ഇനമായി അംഗീകരിച്ചിട്ടുമുണ്ട്. തിരുവാതിര ഓണത്തോടനുബന്ധിച്ച് സ്ത്രീകൾ നടത്തുന്ന തനതായ ഒരു സംഘനൃത്തമാണ് തിരുവാതിര. ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായും തിരുവാതിര അവതരിപ്പിക്കാറുണ്ട്. നന്മയുടെ പ്രതീകമായ മഹാബലി വന്നെത്തുന്ന പൂക്കളുടെ ഉത്സവമായ ഓണത്തെ കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം ഈ പൊന്നോണത്തെ ഒരേ മനസ്സോടെ ഏറെ സന്തോഷത്തോടെ നമുക്ക് വരവേൽക്കാം. Wow, Daddy, Onam, super!